ക്ഷേത്രത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചുരിദാർ വരുമ്പോൾ അതിനെ എതിർക്കുന്നു. അത് എക്സിക്യൂട്ട് ചെയ്ത രീതിയാണോ ഇഷ്ടപ്പെടാത്തത്, അതോ ചുരിദാർ എന്നുള്ള ഡ്രസ്സിനോടുള്ള കുഴപ്പമാണ്? പ്രധാനമായിട്ടും ചുരിദാർ എന്നുള്ള ഡ്രസ്സിനോടുള്ള പ്രശ്നമല്ല, അത് ഞാൻ അടിവരെ ഇടുന്നു. അതെനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന സ്ഥിരമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കാണുന്നവരാണ് അവരെല്ലാം, അവരാരും എതിർക്കുമെന്ന് തോന്നുന്നില്ല. അതല്ല വിഷയം. ക്ഷേത്രങ്ങളിൽ ചുരിദാർ ധരിച്ച് കയറാം എന്നുള്ള രീതിയോട് വളരെ വ്യക്തമായി ക്ഷേത്രങ്ങളിൽ നമ്മുടെ സ്ത്രീജനങ്ങൾക്ക് കൂടുതൽ സൗകര്യം ചുരിദാർ എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരുടെ അഭിപ്രായം. ചൂരിദാറിനോട് വ്യക്തിപരമായി എനിക്കോ നല്ലൊരു ശതമാനം ഭക്തജനങ്ങൾക്കോ എതിർപ്പില്ല. പക്ഷേ ചൂരിദാർ ഉപയോഗിച്ച് അധികാര ശ്രേണി പിടിച്ചെടുക്കാനുള്ള ശ്രമത്തെയാണ്. കാലത്തിനനുസരിച്ച് കുറെ മാറ്റങ്ങൾ വരണം, പക്ഷെ അതിനൊരു പ്രോസസ് ഉണ്ടാകണം. ആ പ്രോസസ്സ് ഭക്തജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് സുപ്രീം കോടതിയുടെ നിലപാടനുസരിച്ച് തന്ത്രിക്കാണ് ആചാരാനുഷ്ഠാനങ്ങൾ അവരെ വിശ്വാസത്തിലെടുത്ത് രാജകുടുംബത്തെ വിശ്വാസത്തിലെടുത്ത് ചെയ്യണം. എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്നത് ചുരിദാർ വളരെ കംഫർട്ടായിട്ടുള്ളൊരു വേഷമാണ്, അതിനെ എന്തിനു തടയണം? അത് അംഗീകരിക്കുമ്പോൾ അതിനെ എന്തുകൊണ്ട് മാറ്റണം? ഇന്ന് ഈ പ്രശ്നം തീരും. സതീഷ് സാർ എല്ലാവരും ഒരു മീറ്റിംഗ് വിളിച്ചാൽ മതി, ഇന്ന് ഈ പ്രശ്നം തീർക്കാം. സതീഷ് സാർ എല്ലാവരും വിളിച്ച് പറഞ്ഞ് ഞങ്ങളെല്ലാം അടക്കം പോയി പറയാം ചുരിദാർ സ്വീകാര്യമാണ്. ശരി, ഞാൻ തരാം. ഓക്കെ. ഈ തടഞ്ഞു എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ, പല ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. അതിന് ആ റോഡ് ഉപരോധിച്ചതിന് നേതൃത്വം വഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ശരിക്കും അവിടെ വന്ന ചുരിദാറിട്ട് വന്ന വളരെ വിരലെണ്ണാവുന്ന പെൺകുട്ടികൾ അവരോട് പറയുകയായിരുന്നു, ഈ രീതിയിൽ തടഞ്ഞിട്ടില്ല, ഈ രീതിയിലൊരു ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് അതിൽ തീരുമാനം എടുക്കേണ്ടത് തന്ത്രിയാണ് എന്നാണ് നമ്മൾ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർ വിശ്വസിക്കുന്നത്. ആ ഒരു ഉദ്യോഗസ്ഥനോടുള്ള പ്രതിഷേധം മാത്രമല്ല, ഉദ്യോഗസ്ഥനുള്ള പ്രതിഷേധം മാത്രമല്ല, നിങ്ങൾ ആ ക്ഷേത്രത്തിൽ ആരംഭം മുതൽ അദ്ദേഹം പൊതുജനങ്ങളോട് ഭക്തന്മാരോട് ഏറ്റവും അവജ്ഞയായിട്ടും ഭക്തന്മാരെ അവഹേളിക്കുന്ന തരത്തിലുമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരിദാർ എന്ന വേഷത്തോട് എതിർപ്പൊന്നുമില്ല, അത് അവരവരുടെ വീട്ടിലോ മറ്റു കാര്യങ്ങൾക്കൊക്കെ ധരിക്കാം. പക്ഷേ ക്ഷേത്രത്തിൽ വരുമ്പോൾ ചുരിദാർ ധരിക്കാൻ പാടില്ല പറഞ്ഞാൽ ധരിക്കാൻ പാടില്ല തന്നെ. ഓരോ ക്ഷേത്രത്തിൽ അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ആ വിഗ്രഹത്തിനനുസരിച്ച് ചില ഡ്രസ് കോഡൊക്കെ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഡ്രസ് കോഡ് അനുസരിച്ച് പോകാൻ പാടുള്ളൂ. അമ്പലത്തിലേക്ക് പോകുമ്പോൾ ആ അമ്പലത്തിൽ ചുരിദാർ ധരിക്കാൻ പാടില്ല, ധരിക്കാതെ തന്നെ പോകണം. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിഷിദ്ധമാണ്. പാന്റും ഷർട്ടാണ് ധരിച്ചിരിക്കുന്നത്. ഇത് കേട്ടിട്ട് എന്ത് തോന്നുന്നു? കാരണം ചുരിദാറിലേക്കല്ല ഇത് വരുന്നത്. ചുരിദാറല്ല ഇവിടെ ഇഷ്യൂ. അതാണ് ഒരു ഉദ്യോഗസ്ഥനെ ഇവിടെ ഇല്ലാത്തപ്പോൾ അദ്ദേഹത്തിന്റെ നടപടികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് അഭിപ്രായമില്ല. അദ്ദേഹത്തെയും കൂടെ ഇരുത്തിയാണ് ചർച്ച ചെയ്യുന്നത്. രണ്ടാമത് കേരളീയ വേഷം എന്ന് പറയുന്ന വേഷം, നമുക്ക് ഇന്ത്യയിലേക്ക് സാരി വരുന്നത് ബംഗാളിൽ നിന്ന് ക്രിസ്ത്യൻ മിഷണറിമാരാണ് സാരി എന്ന് പറഞ്ഞ വേഷം ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മളൊക്കെ സാരി ഉടുക്കാൻ തുടങ്ങിയത്. ഇപ്പം ഞാൻ സാരി ഉടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് ചുരിദാറിട്ട് വന്നൂടെ? എനിക്ക് എൻ്റെ മറ്റു പല സൗകര്യങ്ങൾ അനുബന്ധിച്ചാണ് സാരി ഉടുക്കുന്നത്. ചുരിദാർ എല്ലാവരും ഇടണം എന്നല്ല പറയുന്നത്, ചുരിദാർ ഇടേണ്ടവർക്ക് ഇടാം. അപ്പോൾ ഇദ്ദേഹം താലിയുടെ കാര്യം പറഞ്ഞു, താലി പറിച്ചു മാറ്റി സ്വർണം താലി ഇടണം എന്ന് വാശി പിടിക്കില്ല. മഞ്ഞ ചരടുകൾക്ക് മഞ്ഞ ചരട് വേണം, സ്വർണ്ണം ഇടുന്നത് ഇട്ടോട്ടെ. സാരിക്കൊരു ഇത്ര പവിത്രതയും അല്ലെങ്കിൽ മുണ്ടും വേഷ്ടിക്ക് പവിത്രതയും ചുരിദാറിന് പവിത്രത ഇല്ലായ്മയും വരുന്നത് എന്തിനാണ്? ചുരിദാർ എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ 2016 ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 1970s നിൽക്കുന്നത്. എല്ലാവരും ചുരിദാർ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ സാരിക്ക് കിട്ടിയ മഹത്വം ചുരിദാറിനും കിട്ടാം. അത് നമ്മളങ്ങനെ ഇതിന് മഹത്വമുണ്ട് ഇതിന് മഹത്വമില്ല എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും അവരുടേതായ സ്വന്തം പെർസെപ്ഷനിൽ നിയമങ്ങളെ നോക്കി കാണുന്നു എന്നുള്ളതാണ്. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് എക്സിക്യൂട്ടീവ് ഓഫീസറിന് എന്തെങ്കിലും സീക്രട്ട് അജണ്ട ഉണ്ടോയെന്നോ അതോ ചുരിദാർ എന്ന ഇഷ്യൂ അല്ലെങ്കിൽ സ്ത്രീകളുടെ വസ്ത്രധാരണം എന്നൊരു ഇഷ്യൂ എന്തെങ്കിലും മറയോ മുഖമുടിയായിട്ട് യൂസ് ചെയ്യുന്നുള്ള കാര്യം ഞങ്ങളെപ്പോലുള്ളവർക്ക് അറിയില്ല. ഞങ്ങളുടെ ഇഷ്യൂ ഇവിടെ ചുരിദാർ തന്നെയാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ ഭഗവാനെ കാണാൻ ഞങ്ങൾ പോകുന്നു. അവിടെ ഡ്രസ്സ് അനുസരിച്ചല്ല ഭഗവാൻ ഓരോരുത്തർക്ക് അനുഗ്രഹം. ഭഗവാൻ ഇപ്പോൾ പറയാം, ആ സ്ത്രീ സാരി ഉടുത്തേക്കുന്നു, കൂടുതൽ അനുഗ്രഹിച്ചേക്കാം, ചുരിദാർ എടുക്കും, കുറച്ച് കൊടുക്കാം. അങ്ങനെയില്ല, മനസ്സിൽ നിന്നാണ് ഭക്തി വരുന്നത്. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വിഭാഗക്കാർക്ക്, അതായത് ചുരിദാർ എന്ന ഇഷ്യൂവിനെ ഒരു എന്താ പറയുക, ഒരു മറയായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നുള്ള വ്യക്തിയോടുള്ള വിരോധം അല്ലെങ്കിൽ എതിർപ്പ്, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന വ്യക്തിയുടെ കോൺസെപ്റ്റിനോടുള്ള എതിർപ്പായിരിക്കാം. പക്ഷെ ഞങ്ങളെപ്പോലുള്ള യങ്സ്റ്റേഴ്സിന്റെ വിഷയം ചുരിദാർ തന്നെയാണ്. ചുരിദാർ ഇട്ടവർക്ക് ഭക്തി കൂടുതലോ അല്ലെങ്കിൽ അനുഗ്രഹം ഇല്ലെന്ന് പറയാം. വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? ഭഗവാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയാൽ മാത്രമേ അനുഗ്രഹം. അത് ആർക്ക് പറയാൻ പറ്റും? അല്ല, ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അമ്പലത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ
തീരുമാനിക്കേണ്ടത് ഫെമിനിസ്റ്റുകളാണോ തീരുമാനിക്കേണ്ടത്? ഞങ്ങൾ അമ്പലത്തിൽ അല്ല, പോയി എവിടെയാണ് രാഹുൽ ഗാന്ധി ഫെമിനിസ്റ്റ് ആണെന്ന് ഞാൻ ചോദിച്ചത് അമ്പലത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ തീരുമാനിക്കാൻ അവർക്ക് അല്ലല്ല, അമ്പലത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ തീരുമാനിക്കാൻ അമ്പലത്തിൽ പള്ളിക്കുന്ന അധികാരമില്ലേ? ഈ കാണുന്ന സ്ത്രീകൾ പറഞ്ഞാൽ അല്ലെങ്കിൽ പുരുഷന്മാർ പറഞ്ഞിട്ടാണോ അമ്പലത്തിലെ ആചാരാനുഷ്ഠാനം തീരുമാനിക്കേണ്ടത്? ഒരു വിഭാഗം ആളുകൾ മാത്രം വന്നിരുന്നിട്ട് സ്ത്രീകൾ ആരും ചുരിദാർ ഇടാൻ പാടില്ല, അത് മര്യാദയുടെ, അത് ശരിയല്ല. ക്ഷേത്രത്തിൽ ആര് കയറണമെന്ന് ഇവരാരും അല്ല തീരുമാനിക്കുന്നത്, ദൈവത്തെ വിശ്വാസമുള്ള. എനിക്കിപ്പോ തിരുപ്പതി പോയി തിരുപ്പതി വാങ്ങാൻ തൊഴണമെന്ന് എനിക്ക് ആ സ്വാതന്ത്ര്യം ഈ രാജ്യത്ത്, അല്ലാതെ നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ശ്രീപത്മനാഭസ്വാമിയെ കാണുമെന്ന് ഞങ്ങൾ പോകും. രാത്രി 12 മണിക്ക് കയറണമെന്ന് ആഗ്രഹിച്ചാൽ നടക്കുമോ? ബിന്ദു കൃഷ്ണൻ മേഡം പറയാണ് എനിക്ക് രാത്രി 12 മണിക്ക് തൊഴാൻ പറ്റൂ എന്ന് പറഞ്ഞ അമ്പലം തുറന്നു ഉള്ളിക്കയറി തൊഴാൻ പറ്റൂ. ഈ രീതിയിൽ ചൂഴ്ന്ന് ചിന്തിക്കാനുള്ള കഴിവും വിദ്യാഭ്യാസമൊന്നും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വിഷയം ഞാൻ ഒന്നുകൂടെ പറയും, ഇവിടെ ചുരിദാർ തന്നെയാണ് ഞങ്ങളുടെ പ്രശ്നം.